ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റായ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ നെയിം ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ് എഴുതിയിട്ടുള്ളത് ലിയാം ഓഫ് ലാഹേർട്ടി. അദ്ദേഹം ഒരു ഐറിഷ് നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ്. ഈ സ്റ്റോറിയിൽ സീകൾ, ഒരു ചെറിയ കടൽക്കാക്കയാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. അവൻ്റെ കൂടെ ജനിച്ച സഹോദരങ്ങളൊക്കെ പറന്നുപോയി, പക്ഷേ അവന് പറക്കാൻ പേടിയാണ്. ഈ ഒരു പേടിയെ അവൻ എങ്ങനെയാണ് മറികടക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു സ്റ്റോറിയുടെ ക്ലൈമാക്സിൽ കാണാം. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലോട്ട് പോവാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ദി യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. കടലിലെ പാറക്കെട്ടുകൾ പോലത്തെ ഭാഗത്തിനാണ് ക്ലിഫ് എന്ന് പറയുക, ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകൾ. അതിൻ്റെ കടലിലോട്ട് തള്ളി നിൽക്കുന്ന ഭാഗത്തിനാണ് ലെഡ്ജ് എന്ന് പറയാം. ആ ഒരു ഉന്തി നിൽക്കുന്ന കൂർത്ത ഭാഗം നമുക്ക് ഫോട്ടോയിൽ കാണാം. കാക്ക അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഭാഗമാണ് ലെഡ്ജ്. അപ്പം ഈ ലെഡ്ജിൽ ഈ കടൽക്കാക്ക ഒറ്റക്കാണ്. ഹിസ് 2 brothers and his sister had already flown away the day before. തലേ ദിവസം തന്നെ അവൻ്റെ സഹോദരങ്ങൾ, 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററും അവിടുന്ന് പറന്നുപോയി. ഹി ഹാഡ് ബീൻ അഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം. അവന് ഭയമായിരുന്നു അവരുടെ കൂടെ പറക്കാൻ. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. അവൻ ശ്രമിച്ചു, ഈ ഒരു ലെഡ്ജിൻ്റെ അറ്റത്തോട്ട് നടന്നിട്ട് ചിറകുകളൊക്കെ അടിച്ച് പറക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ അവന് പേടിയായിരുന്നു. ദി ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബിനീത്ത്. താഴെയാണെങ്കിൽ പരന്ന് കിടക്കുന്ന കടലാണ്. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ. അത് കുറച്ചൊന്നുമല്ല, ഒരുപാട് ദൂരമുണ്ട്. താഴോട്ടാണെങ്കിലും ഒരുപാട് ആഴത്തിലാണ്. എങ്ങനെയാണ്? മൈൽസ് ഡൗൺ, മൈലുകളോളം താഴോട്ട് കിടക്കുകയാണ്. ഹീ ഫെൽ സെർട്ടൈൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. അവൻ വിചാരിച്ചത് അവൻ്റെ ചിറകുകൾക്ക് അവനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഹി ബെൻഡ് ഹിസ് ഹെഡ് ആൻഡ് റാൻ അവേ ബാക്ക് ടു ദി ലിറ്റിൽ ഹോൾ അണ്ടർ ദി ലെഡ്ജ് വേർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. അവർ രാത്രിയൊക്കെ ഉറങ്ങുന്ന ചെറിയൊരു ഹോള്, ലെഡ്ജിൻ്റെ സൈഡിലുള്ള താഴ്ഭാഗത്തുള്ള ചെറിയൊരു ഹോളിലേക്ക് അവൻ മടങ്ങി. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഈവൻ വെൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ ഹൂസ് വിങ്സ് വെർ ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഓൺ. അവൻ്റെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്ററിൻ്റെയും വിങ്സ്, ചിറകുകൾ അവനേക്കാളും ചെറുതാണെങ്കിലും ദേ റാൻ ടു ദി ബ്രിങ്ക്. അവർ ഈ ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് ഓടിയിട്ട് ഫ്ലാപ്ഡ് ദെയർ വിങ്സ്, അവരുടെ ചിറകുകൾ അടിച്ചിട്ട് ആൻഡ് ഫ്ലൂ എവേ, പറന്നുപോയി. ഹി ഫെയിൽ ടു മസ്റ്റർ അപ്പ് കറേജ് ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച് വിച്ച് അപ്പിയർഡ് ടു ഹിം സോ ഡെസ്പറേറ്റ്. അവനാണെങ്കിലോ ധൈര്യം സംഭരിക്കാൻ പറ്റിയില്ല. മസ്റ്റർ അപ്പ് എന്ന് പറഞ്ഞാൽ ധൈര്യം സംഭരിക്കുക. ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച് എന്ന് പറഞ്ഞാൽ ചാടുക. പ്ലഞ്ച് എന്ന് പറഞ്ഞാൽ ചാടുക അല്ലെങ്കിൽ ഡൈവ് ചെയ്യുക. അങ്ങനെ ഡൈവ് ചെയ്ത് പറന്നു പോകാനുള്ളൊരു ധൈര്യം സംഭവിക്കാൻ അവന് പറ്റിയില്ല. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം അറൗണ്ട് കോളിംഗ് ഹിം ഷ്രില്ലി, സ്കോൾഡിംഗ് ഹിം, ത്രട്ടനിങ് ടു ലെറ്റ് ഹിം സ്റ്റാവ് ഓൺ ഹിസ് ലെഡ്ജ് അൺലെസ് ഹീ ഫ്ലൂ എവേ. അവൻ്റെ ഫാദറും മദറും അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷ്രില്ലി എന്ന് പറഞ്ഞാൽ കുറച്ച് ഉച്ചത്തിൽ, കുറച്ചൊരു ദേഷ്യത്തോടു കൂടി സൗണ്ട് എടുത്ത് വിളിക്കുന്നുണ്ട്. സ്കോൾഡിങ് ഹിം, അവനെ വഴക്ക് പറയുന്നുണ്ട്, അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ പറക്കുന്നോളം അവർ എന്താ പറയുക, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ഫോർ ദി ലൈഫ് ഓഫ് ഹിം ഹീ കുഡ് നോട്ട് മൂവ്. അവൻ്റെ ജീവനിൽ പേടിയുള്ളതുകൊണ്ട് അവൻ പറക്കാൻ തയ്യാറായില്ല. That was 24 hours ago. Since then, nobody had come near him. 24 മണിക്കൂറായി അവൻ്റെ അടുത്തേക്ക് ആരും വന്നിട്ടില്ല. The day before, all day long, he had watched his parents flying about with his brothers and sister, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. തലേ ദിവസം ഫുള്ള് അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ പാരൻസ് അവൻ്റെ സിസ്റ്ററിനെയും ബ്രദേഴ്സിനെയും എങ്ങനെയാണ് പറക്കുന്നതിൽ അവരെ പെർഫെക്റ്റ് ചെയ്യാണ്. പറക്കാൻ അവർക്കറിയാം, പക്ഷെ അവർ മുട്ട വിരിഞ്ഞുണ്ടായ ചെറിയ കുഞ്ഞുങ്ങളാണ്, അപ്പം അവരെ പെർഫെക്റ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ തിരകളിൽ എങ്ങനെ സ്കിം ചെയ്യാം, അതുപോലെ മുങ്ങിയിട്ട് എങ്ങനെ മീനെ പിടിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. He had in fact seen his older brother catch his first herring and devour it. അവൻ കണ്ട ഒരു കാഴ്ച, അവൻ്റെ ബ്രദർ
ഒരു മത്സ്യത്തെ പിടിച്ച് വിഴുങ്ങുന്നതാണ്. ഹെറിങ് എന്ന് പറഞ്ഞാൽ മത്തിയാണ്. സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്, എന്നിട്ടൊരു പാറയിൽ ഇരിക്കുകയാണ്. വൈൽ ഹിസ് പാരൻസ് സർക്കിൾഡ് അറൗണ്ട് റേസിങ് എ പ്രൗഡ് കാക്കിൾ. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അവൻ്റെ പാരൻസ് അഭിമാനത്തോടു കൂടി ഒന്ന് റൗണ്ട് അടിച്ചു. ആൻഡ് ഓൾ ദി മോർണിംഗ് ദ ഹോൾ ഫാമിലി ഹാഡ് വാക്ക്ഡ് അബൌട്ട് ഓൺ ദി ബിഗ് പ്ലാറ്റ്യൂ മിഡ്വേ ഡൗൺ ദി ഓപ്പോസിറ്റ് ക്ലിഫ് ലാഫിങ് അറ്റ് ഹിസ് കവാഡീസ്. എല്ലാ ദിവസവും രാവിലെ ഇവൻ്റെ പാരൻസും സിബ്ലിങ്സും സഹോദരങ്ങളും ഇവൻ നിൽക്കുന്ന ക്ലിഫിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു പ്ലാറ്റ്യൂ ഉണ്ട്. അതായത് കടലിൽ നിന്ന് ഉയർന്ന് നിൽക്കുന്ന ഒരു ഭാഗം. ആ ഭാഗത്തേക്ക് പറന്നു പോകും. എന്നിട്ട് അവർ ഇവൻ്റെ ഒരു ഭീരുത്വത്തെ പറഞ്ഞ് ചിരിക്കുകയാണ്. ദി സൺ വാസ് നൗ അസെൻഡിങ് ദി സ്കൈ. ഇപ്പോൾ സൂര്യൻ ഉയർന്നു വരികയാണ്, സൂര്യൻ ഉദിച്ചു വരികയാണ്. ബ്ലേസിങ് വാംലി ഓൺ ഹിസ് ലെഡ്ജ് ദാറ്റ് ഫേസ്ഡ് സൗത്ത്. അവനിരിക്കുന്ന ആ ഒരു ലെഡ്ജിൻ്റെ ഭാഗത്തേക്കൊക്കെ ചൂടെത്തുന്നുണ്ട്. ഹി ഫെൽറ്റ് ദി ഹീറ്റ് ബിക്കോസ് ഹി ഹാഡ് നോട്ട് ഈറ്റൺ സിൻസ് ദി പ്രീവിയസ് നൈറ്റ് ഫോൾ. അവന് നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം അവന് തലേ ദിവസമാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല. ദെൻ he had found a dried piece of mackerel's tail at the far end of his ledge. അവൻ്റെ ലെഡ്ജിൻ്റെ അറ്റത്ത് മാക്രൽ എന്ന് പറഞ്ഞാൽ അയലയാണ്. അയലയുടെ ഒരു വാല് കണ്ടു. നൗ ദർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. അവിടെ ഭക്ഷണ സാധനങ്ങളൊന്നും ബാക്കിയില്ല. ഹി ഹാഡ് സെർച്ച്ഡ് എവറി ഇഞ്ച് റൂട്ടിങ് എമംഗ് ദി റഫ് ഡേർട്ട് കേക്ക്ഡ് സ്ട്രോനെസ് when he and his brothers and sister had been hatched. അവനും അവൻ്റെ സഹോദരങ്ങളും ജനിച്ച് മുട്ട വിരിഞ്ഞുണ്ടായ കൂടിൻ്റെ ഉള്ളിലൊക്കെ അവൻ പരതി. ഹി ഈവൻ നൗഡ് അറ്റ് ദി ഡ്രൈഡ് പീസ് ഓഫ് എഗ് ഷെൽ. നൗഡ് എന്ന് പറഞ്ഞാൽ അവൻ കൊത്തി എന്നാണ്. അവൻ മുട്ട വിരിഞ്ഞുണ്ടായ ആ എഗ് ഷെല്ല് പോലും അവൻ അവസാനം ഒന്ന് കൊത്തി നോക്കി. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അവൻ വിരിഞ്ഞ ആ എഗ്ഷെൽ തന്നെ കഴിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ തന്നെ ഒരു പാർട്ട്, ഒരു പോർഷൻ കഴിക്കുന്നതിന് തുല്യമാണത്. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. അവൻ ലെഡ്ജിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സ്പീഡിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് എത്തണം. പറക്കല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ട് എത്താൻ പറ്റുമോ എന്നാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം ദി ലെഡ്ജ് എൻഡഡ് ഇൻ എ ഷീർ ഫാൾ പ്രെസിപ്പൈസ് വിത്ത് ദി സീ ബിനീത്ത്. പക്ഷേ അവൻ്റെ ഓരോ സൈഡിലും ഈ ഒരു ലെഡ്ജ് കുത്തനെയുള്ള താഴ്ചയിലാണ് അവസാനിക്കുന്നത്. അതിൻ്റെ താഴെയാണെങ്കിലോ പരന്ന് കിടക്കുന്ന കടലാണ്. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദർ വാസ് എ ഡീപ്പ് വൈറ്റ് ക്രാക്ക്. അവനും അവൻ്റെ പാരൻസിനിടയിൽ വലിയൊരു വിടവാണ്. അതിനിടയിൽ ഫുൾ വെള്ളവുമാണ്. Surely he could reach them without flying if he could only move northwards along the cliff face. അവൻ ഈ ക്ലിഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ബട്ട് ദെൻ ഓൺ വാട്ട് കുഡ് ഹി വാക്ക്. പിന്നെ എന്തിനാണ് അവനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? ദർ വാസ് നോ ലെഡ്ജ് ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ. കുറച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ ലെഡ്ജില്ല. അവനാണെങ്കിലോ ഒരു കൊതുകോ പ്രാണിയോ അല്ല. ആൻഡ് എബോവ് ഹിം ഹീ കുഡ് സീ നത്തിങ്. മേലോട്ട് നോക്കുമ്പോൾ അവന് ഒന്നും കാണാൻ പറ്റുന്നില്ല. ദി പ്രെസിപ്പൈസ് വാസ് ഷിയർ ആൻഡ് ദി ടോപ്പ് ഓഫ് ഇറ്റ് വാസ് പെർഹാപ്സ് ഫർദർ എവേ ദാൻ ദി സീ ബിനീത് ഹിം. ഈ ലെഡ്ജിൻ്റെ അറ്റം എന്ന് പറഞ്ഞാൽ ഒരു ചെങ്കുത്തായ താഴ്ചയാണ്. മുകളിലോട്ട് നോക്കിയാലോ കടലിനേക്കാളും പരന്ന് വിശാലമായി കിടക്കുകയാണ് ആകാശം. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഹീ സ്റ്റെപ്പ്ഡ് സ്ലോലി ഔട്ട് ടു ദി ബ്രിങ്ക് ഓഫ് ദി ലെഡ്ജ്. ലെഡ്ജിൻ്റെ ഒരു അറ്റത്തേക്ക് അവൻ പതുക്കെ ഇങ്ങനെ നടന്നു. ആൻഡ് സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ് വിത്ത് ദി അതർ ലെഗ് ഹിഡൺ അണ്ടർ ഹിസ് വിങ്. എന്നിട്ട് ഒരു കാലിൽ നിന്നും മറ്റേ കാല് ചിറകിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു. ഹീ ക്ലോസ്ഡ് വൺ ഐ ദെൻ ദി അതർ. ഒരു കണ്ണടച്ചു, പിന്നീട് മറ്റേ കണ്ണും അടച്ചു. ആൻഡ് പ്രിറ്റൻഡഡ് ടു ബി ഫോളിങ് അസ്ലീപ്പ്. എന്നിട്ട് ഉറങ്ങുന്ന പോലെ കാണിച്ചു. സ്റ്റിൽ ദേ ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? അവൻ്റെ പാരൻസും സഹോദരങ്ങളും അവനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവരാരും തന്നെ അവനെ ശ്രദ്ധിച്ചില്ല. ഹി സോ ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ലൈയിങ് ഓൺ ദി പ്ലാറ്റ്യൂ ഡോസിങ് വിത്ത് ദെയർ ഹെഡ് സങ് ഇൻ ടു ദെയർ നെക്സ്. അവൻ നോക്കുമ്പോൾ അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും എന്താണ് പതുക്കെ ഉറങ്ങുകയാണ്. ഹാഫ് സ്ലീപ്പാണ് ഡോസിങ് എന്ന് പറഞ്ഞാൽ. അവർ ഹെഡിലേക്ക്
കഴുത്തിലേക്ക് തല പൂഴ്ത്തിയിട്ടാണ് അവർ ഉറങ്ങുന്നത്. ഹിസ് ഫാദർ വാസ് സ്പ്രെയിനിങ് ദി ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാഗ്. അവൻ്റെ ഫാദർ ആണെങ്കിൽ ഫെദേഴ്സൊക്കെ ക്ലീൻ ചെയ്യാണ്. പ്രീനിങ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് എന്നാണ് അർത്ഥം. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. അവൻ്റെ മദർ മാത്രമേ അവനെ നോക്കുന്നുള്ളൂ. ഷി വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹം ഓൺ ദി പ്ലാറ്റ്യൂ, ഹെർ വൈറ്റ് ബ്രസ്റ്റ് തേഴ്സ്റ്റ് ഫോർവേഡ്. അമ്മയാണെങ്കിൽ ഒരു പ്ലാറ്റ്യൂവിൽ കുറച്ചൊരു ഉയരമുള്ള ഭാഗത്ത് ഇരിക്കുകയാണ്. നൗ ആൻഡ് അഗെയിൻ ഷീ ടോർ അറ്റ് എ പീസ് ഓഫ് ഫിഷ് ദാറ്റ് ലേ അറ്റ് ഹെർ ഫീറ്റ് ആൻഡ് ദെൻ സ്ക്രേപ്ഡ് ഈച്ച് സൈഡ് ഓഫ് ഹെർ ബീക്ക് ഓൺ ദി റോക്ക്. അമ്മയും അവരുടെ ബോഡി ക്ലീൻ ആക്കുകയാണ്. കാലിൽ പറ്റി പിടിച്ച ഒരു മീനിൻ്റെ പീസ് അവർ തട്ടിത്തെറിപ്പിച്ച് പിന്നെ ഫീറ്റൊക്കെ ബീക്ക് കൊക്കുകളൊക്കെ പാറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരച്ച് ക്ലീൻ ആക്കുകയാണ്. ദി സൈറ്റ് ഓഫ് ദി ഫുഡ് മാഡൻ ഹിം. ഈ ഒരു ഫുഡ് കണ്ടപ്പോൾ, അവർ തട്ടിത്തെറിപ്പിച്ച ആ ഫുഡ് കണ്ടപ്പോൾ അവന് ഭ്രാന്ത് പിടിച്ചു. ഹൗ ഹീ ലവ് ടു ടിയർ ദാറ്റ് ഫുഡ് ദാറ്റ് ഡേ. അവനും അതുപോലെയൊക്കെ ചെയ്യണം എന്നുണ്ട്. സ്ക്രേപ്പിംഗ് ഹിസ് ബീക്ക് നൗ ആൻഡ് അഗെയിൻ ടു വെറ്റ് ഇറ്റ്. അവന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൊക്കുകൾ മൂർച്ച കൂട്ടണം. ഹി അട്ടേർഡ് എ ലോ കാക്കിൾ. അവൻ ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കി. ഹിസ് മദർ കാക്കിൾ ടു ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. അവൻ്റെ അമ്മ തിരിച്ചും ഒരു ശബ്ദം ഉണ്ടാക്കി അവനെ നോക്കി. ഗാ 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 ഹീ ക്രൈഡ്, ബെഗിങ് ഹെർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. കുറച്ച് ഫുഡ് തരുമെന്ന് പറഞ്ഞിട്ട് അവൻ കരയാണ്. ഗൗൾ ലൂ ലാ ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി. അപ്പോൾ അവനെ കളിയാക്കിക്കൊണ്ട് മദറും തിരിച്ച് സൗണ്ട് ഉണ്ടാക്കുകയാണ്. ബട്ട് ഹീ കെപ്റ്റ് കോളിംഗ് പ്ലെയിൻറ്റീവ്ലി. ആവശ്യം അവൻ്റേതായതുകൊണ്ട് തന്നെ അവൻ വളരെ വിഷമത്തോടെ വീണ്ടും വിളിക്കുകയാണ് തിരിച്ച്. ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ ഹീ അട്ടേഡ് എ ജോയ്ഫുൾ സ്ക്രീം. 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ സന്തോഷത്തോടെ ഒന്ന് അലറി. ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്. അവൻ എന്താണ് സന്തോഷം പ്രകടിപ്പിച്ചത്? അവൻ്റെ മദർ ചെറിയൊരു കഷ്ണം മീനിൻ്റെ ഒരു പീസും കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പറന്നു വരികയാണ്. ഹി ലീൻഡ് ഔട്ട് ഈഗേളി. അവനൊന്ന് എണീറ്റിരുന്നു. ടാപ്പിംഗ് ദി റോക്ക് വിത്ത് ഹിസ് ഫീറ്റ് ട്രൈയിങ് ടു ഗെറ്റ് നിയറർ ടു ഹെർ ആസ് ഷീ ഫ്ലൂ അക്രോസ്. അവന് ലെഡ്ജിൻ്റെ അറ്റത്തോട്ട് നടക്കുകയാണ് വേഗം, കാരണം അമ്മ ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും അവരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ബട്ട് വെൻ ഷി വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം അബ്രസ്റ്റ് ഓഫ് ദി ലെഡ്ജ് ഷീ ഹോൾട്ടഡ്, ഹെർ ലെഗ്സ് ഹാങ്ങിങ് ലിംപ്, ഹെർ വിങ്സ് മോഷൻലെസ്, ദി പീസ് ഓഫ് ഫിഷ് ഇൻ ഹെർ ബേക്ക് ഓൾമോസ്റ്റ് വിത്തിൻ റീച്ച് ഓഫ് ഹിസ് ബേക്ക്. പക്ഷേ എന്ത് സംഭവിച്ചു? അവൻ്റെ തൊട്ടടുത്ത് എത്താനായപ്പോഴേക്കും അമ്മ അവിടെ പറക്കൽ നിർത്തി കുറച്ച് തൊട്ടടുത്തായിട്ട് അങ്ങനെ നിന്നു. കാരണം അവൻ ഈ ഒരു പീസ് ഫിഷിനും വേണ്ടി ചാടിപ്പിടിക്കുകയാണെങ്കിൽ ചാടിപ്പിടിക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ അവൻ്റേതായ ഒരു അറ്റംപ്റ്റ് അവൻ നടത്തട്ടെ എന്നുള്ള രീതിയിലാണ് അങ്ങനെ നിന്നത്. ഹീ വെയിറ്റഡ് എ മൊമെൻറ്റ് ഇൻ സർപ്രൈസ്. അവനൊന്ന് അന്താളിച്ച് നിന്നു. വണ്ടറിങ് വൈ ഷീ ഡിഡ് നോട്ട് കം നിയർ. എന്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് മദർ വരുന്നില്ല എന്ന് അവൻ ചിന്തിക്കുകയാണ്. ആൻഡ് ദെൻ മാഡൻഡ് ബൈ ഹങ്കർ. അവനാണെങ്കിലോ വിശപ്പ് കാരണം ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഹി ഡൈവ്ഡ് അറ്റ് ദി ഫിഷ്. അതുകൊണ്ട് തന്നെ ആ ഫിഷ് ചാടി പിടിക്കാൻ വേണ്ടിയിട്ട് അവൻ അമ്മേൻ്റെ അടുത്തേക്ക് ജസ്റ്റ് ഒന്ന് ചാടി. വിത്ത് എ ലൗഡ് സ്ക്രീം ഹി ഫെൽ ഔട്ട്വാർഡ്സ് ആൻഡ് ഡൗൺവാർഡ്സ് ഇൻ ടു സ്പേസ്. വലിയൊരു ശബ്ദത്തോടെ അവന് താഴോട്ടും മുകളിലോട്ടും ആകാശത്തിൽ വീണു. ഹിസ് മദർ ആൻഡ് സൂപ്ഡ് അപ്വാർഡ്സ്. അപ്പോൾ അവൻ്റെ അമ്മ എന്ത് ചെയ്തു? ഉയർന്നു പൊങ്ങി. സൂപ്ഡ് എന്ന് പറഞ്ഞാൽ ഉയർന്നു പൊങ്ങി ആകാശത്തോട്ട്. ആസ് ഹി പാസ്ഡ് ബിനീത്ത് ഹെർ. അവനും അമ്മയുടെ പിന്നാലെ പറന്നു. ഹി ഹിയർഡ് ദി സ്വിഷ് ഓഫ് ഹെർ വിങ്സ്. അമ്മയുടെ ചിറകടി ശബ്ദം അവന് കേൾക്കാമായിരുന്നു. ദെൻ എ മോൺസ്ട്രസ് ടെറർ സേജ്ഡ് ഹിം ആൻഡ് ഹിസ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ. പെട്ടെന്ന് തന്നെ അവനൊരു വല്ലാത്തൊരു പേടി തോന്നി. അവൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ അവന് തന്നെ കേൾക്കാമായിരുന്നു. ഹീ കുഡ് ഹിയർ നത്തിങ്. അവന് ഒന്നും കേൾക്കുന്നില്ലപ്പോൾ. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റ് എ മൊമെൻറ്റ്. പക്ഷെ അത് ഒരു നിമിഷത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദി നെക്സ്റ്റ് മൊമെൻറ്റ്, അടുത്ത നിമിഷം, ഹി ഫെൽ ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വാർഡ്സ്. അവൻ നന്നായിട്ട് ചിറകടിച്ചു. അത് അവന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ദി വിൻഡ് റഷ്ഡ് അഗെയിൻ ഹിസ് ബ്രസ്റ്റ് ഫെദേഴ്സ്, ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക്ക് ആൻഡ് അഗെയിൻ ഹിസ് വിങ്സ്. അവൻ പറക്കുമ്പോൾ കാറ്റ് അവൻ്റെ വിങ്സിലും ഫെദറിലും ബ്രസ്റ്റിലും ഒക്കെ തട്ടുന്നത് അവന് ഫീൽ ചെയ്യാൻ തുടങ്ങി.
ഹീ കുഡ് ഫീൽ ദി ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദി എയറിനെ കട്ട് ചെയ്തുകൊണ്ട് അവൻ്റെ വിങ്സ് മുന്നോട്ട് പോകുന്നത് അവന് മനസ്സിലായി. ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ് ലോങ് നൗ. അവനിപ്പോൾ തല കുത്തനെ വീഴുന്നില്ല. ഹി വാസ് സോറിങ് ഗ്രാജുവലി ഡൗൺവാർഡ്സ് ആൻഡ് ഔട്ട്വാർഡ്സ്. അവനിപ്പം ഉയർന്ന് പറക്കുന്നുണ്ട്, താഴോട്ടും മുകളിലോട്ടും. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്. ഇപ്പോൾ അവന് പേടിയില്ല. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി എന്ന് പറഞ്ഞാൽ ബാലൻസ് പോകുന്നത് പോലെ. അവന് ചെറിയൊരു തലകറക്കം ഫീൽ ചെയ്തു. ദെൻ ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് വൺസ് ആൻഡ് ഹി സോർഡ് അപ്വാർഡ്സ്. അപ്പോൾ അവനോട് ചിറക് ശക്തിയായി അടിച്ചിട്ട് മുകളിലോട്ട് ഉയർന്നു പൊങ്ങി. ഹി അട്ടേർഡ് എ ജോയസ് സ്ക്രീം ആൻഡ് ഫ്ലാപ്ഡ് ദം അഗെയിൻ. അവന് വളരെ സന്തോഷത്തോടെ ഒന്ന് അലറി വിളിച്ചു. കാരണം അവന് ഇതുവരെ പറ്റില്ല എന്ന് വിചാരിച്ച ഒരു കാര്യമാണ് അവൻ നേടിയെടുത്തത്. ഹി സോർഡ് ഹയർ. ഹി റേസ്ഡ് ഹിസ് ബ്രസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗെയിൻ ദി വിൻ. ഗാ 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 ഗോളൂല. ഹിസ് മദർ സൂപ്ഡ് പാസ് ഹിം. അവൻ്റെ സന്തോഷത്തോടെ സൗണ്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മയും അവൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. ഹെർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്. നന്നായിട്ട് ചിറകടിച്ചിട്ട്. ഹി ആൻസേർഡ് ഹെർ വിത്ത് അനദർ സ്ക്രീം. അവൻ തിരിച്ചും സൗണ്ട് ഉണ്ടാക്കി. ദെൻ ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ്. അലറിക്കൊണ്ട് അവൻ്റെ അച്ഛനും വന്നു. ദെൻ ഹി സോ ഹിസ് 2 brothers ആൻഡ് സിസ്റ്റർ ഫ്ലൈയിങ് അറൗണ്ട് ഹിം സോറിങ് ആൻഡ് ഡൈവിങ്. പിന്നെ കണ്ടത് അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും അവൻ്റെ അടുത്തേക്ക് വന്ന് അവന് ചുറ്റും വട്ടമിട്ട് പറക്കുകയും ഡൈവിങ് ആൻഡ് ഉയർന്ന് പൊങ്ങുകയൊക്കെ ചെയ്ത്. അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അവരാ ഒരു ആഹ്ലാദം പറന്നുകൊണ്ടും സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടൊക്കെ കാണിക്കുകയാണ്. ദെൻ ഹീ കംപ്ലീറ്റ്ലി ഫോർഗോട്ട് ദാറ്റ് ഹി ഹാഡ് നോട്ട് ഓൾവേസ് ബീൻ ഏബിൾ ടു ഫ്ലൈ. അവന് പറക്കാൻ അറിയില്ലായിരുന്നു, പേടിയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അവനിപ്പം മറന്നു. ആൻഡ് കമൻസ്ഡ് ടു ഡൈവ് ആൻഡ് സോർ ഷ്രീക്കിംഗ് ഷ്രില്ലി. അവനിപ്പം മുങ്ങാനും ഉയർന്ന് പറക്കാനും ഒക്കെ തുടങ്ങി. ഹി വാസ് നിയർ ദി സീ നൗ. ഇപ്പോൾ അവനുള്ളത് കടലിൻ്റെ തൊട്ട് മുകളിലാണ്. ഫ്ലൈയിങ് സ്ട്രൈറ്റ് ഓവർ ഇറ്റ്. അതിൻ്റെ അടുത്തേക്ക് അവന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫേസിങ് ഔട്ട് ഓവർ ദി ഓഷ്യൻ. കടലിനെ അവൻ ഫേസ് ചെയ്ത് പറക്കുകയാണ്. ഹി സോ എ വാസ്റ്റ് ഗ്രീൻ സീ ബിനീത്ത് ഹിം. അവൻ്റെ താഴെ പരന്നു കിടക്കുന്ന വിശാലമായൊരു പച്ചക്കടൽ അവൻ കണ്ടു. വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ ഇറ്റ്. ഹി ടേൺഡ് ഹിസ് ബീക്ക് സൈഡ് വൈസ് ആൻഡ് ക്രൗഡ് അമ്യൂസ്ഡ്ലി. അവൻ്റെ ബീക്സ്, അതായത് ചുണ്ടുകൾ ചെരിച്ച് അവൻ നോക്കുമ്പോൾ അവൻ്റെ പാരൻസും സിബ്ലിങ്സും ഒക്കെ പല ഡയറക്ഷനിൽ പറക്കുകയാണ്. ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ലാൻഡഡ് ഓൺ ദിസ് ഗ്രീൻ ഫ്ലോർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അവൻ്റെ പാരൻസും സിബ്ലിങ്സും എന്ത് ചെയ്തു? കറക്റ്റായിട്ട് ഈ ഒരു കടലിൽ ലാൻഡ് ചെയ്തു. ദേ വർ ബെക്കോണിങ് ടു ഹിം. അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളിങ് ഷ്രില്ലി, നീയും ഇറങ്ങ് എന്നുള്ള രീതിയിൽ അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഹീ ഡ്രോപ്ഡ് ഹിസ് ലെഗ്സ് ടു ദി സ്റ്റാൻഡ് ഓൺ ദി ഗ്രീൻ സീ. അവനും അവൻ്റെ കാല് കടൽ ജലത്തിൽ വെച്ചു. ഹിസ് ലെഗ്സ് സാങ് ഇൻ ടു ഇറ്റ്. അവൻ്റെ കാലുകൾ എന്താവാൻ തുടങ്ങി? വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ തുടങ്ങി. ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ് ആൻഡ് അറ്റംപ്റ്റഡ് ടു റൈസ് അഗെയിൻ. അവൻ അലറിക്കൊണ്ട് ഉയർന്ന് പൊങ്ങാൻ വേണ്ടി ശ്രമിച്ചു. ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. ചിറകടിച്ച് അവന് ഉയർന്നു പൊങ്ങി. ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്, എക്സോസ്റ്റഡ് ബൈ ദി സ്ട്രെയിൻ എക്സസൈസ്. പക്ഷെ അവൻ എന്തായിട്ടുണ്ട്? നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അവന് ഇനി കൂടുതൽ പറക്കാൻ വയ്യ, തളർന്നിട്ടുണ്ട്. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദി ഗ്രീൻ സീ. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ്റെ കാലുകൾ വീണ്ടും കടലിൽ തന്നെ വെച്ചു. ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹി സാങ് നോ ഫാദർ. അവൻ്റെ കാലുകൾ വെക്കുമ്പം അത് മുങ്ങിപ്പോകുന്നുണ്ട്. പക്ഷേ അവൻ്റെ വയറ് വെള്ളത്തിൽ ടച്ച് ചെയ്തപ്പോൾ പിന്നെ അവൻ ഒരിക്കലും താഴ്ന്നു പോയില്ല. ഹി വാസ് ഫ്ലോട്ടിങ് ഓൺ ഇറ്റ്. പിന്നെ അവൻ ആ വെള്ളത്തിൽ ഒഴുകുകയായിരുന്നു. ആൻഡ് എറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ് പ്രൈസിങ് ഹിം. അവൻ്റെ ചുറ്റും അവൻ്റെ ഫാമിലി അലറി വിളിക്കുക, മീൻസ് നല്ല സന്തോഷത്തോടെ സൗണ്ട് ഉണ്ടാക്കുകയായിരുന്നു. അതുപോലെ അവനെ പ്രൈസ് ചെയ്യുക, അവനെ അഭിനന്ദിക്കുകയായിരുന്നു. ആൻഡ് ദെയർ ബീക്സ് വെർ ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. അവർക്ക് ഡോഗ് ഫിഷിനെ കൊണ്ടുത്തരാം എന്നൊക്കെ ഓഫർ ചെയ്തു. ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫേസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ അവൻ്റെ ആദ്യത്തെ പറക്കൽ നടത്തി. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ ലിയാം ഓഫ് ലാഹേർട്ടി പറഞ്ഞു വെക്കുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ഉണ്ടാവേണ്ട സെൽഫ് കോൺഫിഡൻസ്, അതുപോലെ സെൽഫ് റിലയൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം, അതുപോലെ ഫാമിലി ലൈഫിൻ്റെ ഇമ്പോർട്ടൻസ്. ഒരു കാര്യത്തിനും നമ്മൾ മറ്റൊരാളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ സ്വയം ചെയ്യുക.
നമ്മളൊക്കെ ഉള്ളിൽ വലിയൊരു എനർജി ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു ശക്തി ഉണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി ട്രൈ ചെയ്യുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. എന്നാൽ നമ്മൾ എന്തായാലും വിജയിച്ചിരിക്കും. പേടിച്ച് പിന്മാറാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഫാമിലി ലൈഫിൻ്റെ ഇമ്പോർട്ടൻസ് ഇതിൽ തന്നെ നമുക്ക് കാണാം. ഓരോ സ്റ്റെപ്പിലും അവരുടെ പാരൻസ് അവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്. മക്കളുടെ ഓരോ സ്റ്റേജിൽ ഓരോ അച്ചീവ്മെൻറ്റിലും ഏറ്റവും സന്തോഷിക്കുന്നത് പേരൻസ് ആയിരിക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു സ്റ്റോറീനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്.